ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. ജി ഇമാൻ സെമ്മലർ എഴുതിയ സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ദ ട്രാൻസ് സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ട്രാൻസ് അഥവാ ട്രാൻസ്ജെൻഡറിൻ്റെ സ്ട്രഗിൾസ് ആണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സമൂഹത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. എന്നാൽ സമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ടോ? അവരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ വരികളാലാണ്. ഫോർ അവേഴ്സ് ഈസ് എ ബാറ്റിൽ നോട്ട് ഫോർ വെൽത്ത് ഓർ ഫോർ പവർ, ഇറ്റ്സ് എ ബാറ്റിൽ ഫോർ ഫ്രീഡം, ഇറ്റ്സ് എ ബാറ്റിൽ ഫോർ ദ റിക്ലമേഷൻ ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. നാം യുദ്ധം ചെയ്യുന്നത് സമ്പത്തിനും പവറിനും വേണ്ടിയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ഹ്യൂമൻ പേഴ്സണാലിറ്റി വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഇത് ദളിത് സമൂഹത്തെക്കുറിച്ചാണ് അന്ന് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഇത് ഏറ്റവും റെലവൻ്റ് ആയുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിനാണ്. നമ്മുടെ സാമൂഹികമായ സ്ട്രക്ചറിൽ ഒരുപാട് വയലൻസ് നിറഞ്ഞിരിക്കുന്നു. കാസ്റ്റ്, ക്ലാസ്, പുരുഷ മേധാവിത്വം, യാഥാസ്ഥിക ചിന്തകളൊക്കെ സമൂഹത്തിൽ രണ്ട് വിഭാഗത്തെ സൃഷ്ടിക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സിനെ ഒറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സമൂഹമാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന രീതികളാണ് ഇങ്ങനെയുള്ളവരെ പുറന്തള്ളുന്നു, അടിച്ചമർത്തുന്നു, ഭരിക്കുന്നു. ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡറിനെ ഒരു ജെൻഡറിലും പെടാത്ത ഹിന്ദു പുരാണങ്ങളിലെ ഒരു മായാരൂപമായോ വന്യജീവിയെ പോലെയുമൊക്കെയാണ് കാണുന്നത്. അതിനാൽ ഇവർ അനുഭവിക്കുന്ന വയലൻസ് എന്തൊക്കെയാണെന്ന് ട്രാൻസ്ജെൻഡറായ ഓതർ തുറന്നു പറയുന്നു. അതുവഴി സൊസൈറ്റിയിലുള്ള വേർതിരിവ് പ്രകടമാക്കുന്നു. സ്കൂളുകളിൽ ചേരുന്നുണ്ടെങ്കിലും പഠനം ഉപേക്ഷിച്ചു പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതിനുള്ള കാരണങ്ങൾ പലതാണ്. നിരന്തരമായ കളിയാക്കൽ, അർഹിക്കുന്ന മാർക്ക് പോലും നൽകാതെയുള്ള വേർതിരിവ്, മറ്റുള്ള കുട്ടികളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നുമുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ്, ജെൻഡർ ഇല്ല എന്ന പേരിലുള്ള പണിഷ്മെൻറ്റുകൾ ഒക്കെ കാരണങ്ങളാവാം. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ സ്വന്തം കുടുംബത്തിൽ നിന്നും അവഗണിക്കപ്പെടുന്നു. ആൺകുട്ടികളുടെ ശരീരവും പെൺമനസ്സുമുള്ള ട്രാൻസ്ജെൻഡേഴ്സാണ് കൂടുതൽ വേദനകൾ അനുഭവിക്കുന്നത്. കാരണം സ്ത്രീ ബലഹീന ആണെന്നും പുരുഷൻ ശക്തിയാണെന്നും സമൂഹം കരുതുന്നല്ലോ. ചെറിയ വയസ്സിൽ തന്നെ കുടുംബവും സമൂഹവും കൈയൊഴിയുമ്പോൾ വേറെ വഴികളില്ലാതെ ജാതിമത ഭേദമന്യേ ഭിക്ഷാടനത്തിലേക്കും സെക്സ് ട്രേഡിലേക്കും ഏർപ്പെടുന്നു. മറ്റൊരു ദുഃഖകരമായ കാര്യം എന്തെന്നാൽ ജോലി നൽകാത്തതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി നിരസിക്കപ്പെടുമ്പോൾ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ലിവിങ് സ്മൈൽ വിദ്യ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ്. ട്രാൻസ്ഫോബിയ ആസ് എ ടൈപ്പ് ഓഫ് ബ്രാഹ്മണിസം എന്നൊരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ സെക്സ് വർക്കും ബെഗ്ഗിങ്ങും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കുലത്തൊഴിൽ പോലെ ആയിരിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി. സെക്സ് ട്രേഡ്, ബെഗ്ഗിംഗ് കൂടാതെയുള്ള ഒരു ജോലി സാധ്യത നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിലാണ്. ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് ട്രേഡിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അവരെ ഉപയോഗിച്ച് HIV രോഗത്തിന് ബോധവൽക്കരണം നടത്തുന്നു. ചിലരെയൊക്കെ മീഡിയയിൽ സ്പോക്സ് പേഴ്സൺ ആക്കാറുണ്ട്, അതായത് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ. എന്നാൽ ഈ സാഹചര്യത്തിലും വളരെ ചെറിയൊരു എമൗണ്ടാണ് ലഭിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങളും നൽകാറില്ല. ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് വയലൻസ് അനുഭവിക്കുന്നു. റേപ്പുകളും കൊലപാതകങ്ങളും വളരെയധികമാണ്. എന്നാൽ പോലീസ് വളരെ മൃഗീയമായാണ് പെരുമാറുന്നത്. ഇവർക്ക് നീതി ലഭിക്കാറേയില്ല. കേസുകൾ രജിസ്റ്റർ ചെയ്താൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാറില്ല. ഈ അടുത്ത് ഹൈദരാബാദിൽ ഒരു ട്രാൻസ് വുമൻ കൊല്ലപ്പെടുകയുണ്ടായി. അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭിച്ചു. കാരണം അതിനു മുൻപ് 30ഓളം പെറ്റീഷൻസ് ഉണ്ടായിട്ടും FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ അന്വേഷണം നടന്നില്ല. 2014 നവംബർ 26 ബാംഗ്ലൂരിൽ 47ഓളം ട്രാൻസ് വുമനെ ബെഗേഴ്സ് ആണ് എന്ന മുദ്ര കുത്തി പിടിച്ചുകൊണ്ടുപോകുകയുണ്ടായി. കർണാടക പ്രൊഹിബിഷൻ ഓഫ് ബെഗറി ആക്ട് 1975 ഉപയോഗിച്ച് ഒരു ട്രാൻസ്ജെൻഡറിനെ അവൾ ഭിക്ഷയാചിക്കുകയാണെങ്കിലോ അല്ലെങ്കിലോ പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു കാരണവുമില്ലാതെ അവരെ ക്രിമിനൽസായി ചിത്രീകരിക്കുന്നു ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട് ഉപയോഗിച്ച്. കർണാടക ഗവൺമെൻറ് ഏപ്രിൽ 2011 കർണാടക പോലീസ് ആക്ടിലെ സെക്ഷൻ 36A തിരുത്തുകയും ഹിജ്ര കമ്മ്യൂണിറ്റിയെ ക്രിമിനലൈസ് ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ ജീവിക്കാൻ നിയമങ്ങൾ തന്നെ അനുവദിക്കുന്നില്ല. പണം നൽകിയാൽ പോലും ആരും താമസിക്കാനുള്ള സ്ഥലം നൽകില്ല ചേരികളിൽ, അതും താഴ്ന്ന ജാതിക്കാരുടെ. അവിടെ നല്ല വെള്ളമോ ഭക്ഷണമോ ന്യൂട്രീഷനോ ഹെൽത്ത് കെയറോ വൃത്തിയോ ഒന്നുമില്ല. ഇനി പറയുന്നത് ഹെൽത്ത് കെയർ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ദളിത്, ആദിവാസി, പുവറായ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കൊക്കെ നല്ല ചികിത്സ ലഭിക്കുക രൂക്ഷമാണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം അതിലും കഠിനമാണ്. മെഡിക്കൽ പ്രാക്ടീസിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഈ പദം മാറ്റി ജെൻഡർ ഡൈസ്ഫോറിയ എന്നാക്കിയിരിക്കുന്നു. WHO ഇപ്പോഴും ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് തന്നെയാണ്. അതിനാൽ
ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയോ ജെൻഡർ ഉറപ്പിക്കുന്ന സർജറിയോ നടത്തുവാൻ തനിക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണ് എന്ന സൈക്യാട്രിക് കൗൺസിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ട്രാൻസ് ഹെൽത്തിനെ കുറിച്ചുള്ള നോളജ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ചികിത്സയും ശുശ്രൂഷയും തീരെ മികവുള്ളതല്ല. ട്രാൻസ് പവർഫുൾ ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് ആ ഫീൽഡിൽ റിസർച്ചിനുള്ള ഫണ്ടും അനുവദിക്കാറില്ല. പ്രൈവറ്റ് ക്ലിനിക്കുകളും ട്രാൻസ്ജെൻഡേഴ്സിനെ അവഗണിക്കുന്നു. ഈ അടുത്ത് 25 വയസ്സുള്ള അലീഷ ഫ്രം പെഷാവർ അവർക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അവളുടെ ജെൻഡർ നിർണ്ണയിക്കാൻ സമയമെടുത്തതിനാൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ മരിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം 22 വയസ്സുള്ള ഒരു ട്രാൻസ് മാനും ചികിത്സ ലഭിക്കാതെ മരിച്ചു. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത രേഖകളോ ഡെത്ത് സമ്മറി പോലും നൽകാൻ ഹോസ്പിറ്റൽ തയ്യാറായില്ല. സർജറി കൂടാതെ തങ്ങൾക്ക് നിയമപരമായി ജെൻഡർ മാറ്റാമെന്ന് 2014 ഏപ്രിൽ 15 സുപ്രീം കോർട്ട് വിധിച്ചെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം ഐഡൻറ്റിറ്റി തെളിയിക്കാൻ ആവശ്യപ്പെടുന്നു. എഡ്യൂക്കേഷൻ നേടിയാൽ പോലും സ്കൂൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിലുള്ള ജെൻഡർ മാർക്കുകൾ മാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് ജോലി ലഭിക്കുന്നില്ല. സ്റ്റേറ്റ് പോളിസി, ജുഡീഷ്യറി, മീഡിയ എല്ലായിടത്തും ട്രാൻസ് വുമണിനെ അല്ലെങ്കിൽ ഹിജ്രാസിനെ യൂനക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അഥവാ ശിഖണ്ഡി. ഇതേ വാക്ക് ക്രിമിനൽ ട്രൈബ്സ് ആക്ടിലും 2005 സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോമിലും കാണാം. ഈ കാറ്റഗറിയിലെ ഇ സ്റ്റാൻഡ്സ് ഫോർ യൂനക്. ട്രാൻസ്ജെൻഡർ ഭാഷയിലും ചരിത്രത്തിലും മെഡിക്കലിലും ഹൗസിങ്ങിലും ജോലിയിലും നിയമത്തിലും വിദ്യാഭ്യാസത്തിലും വേർതിരിവ് നേരിടുന്നു. ഈ വേർതിരിവ് വർദ്ധിക്കുമ്പോൾ ജീവിക്കുന്നത് പോലും ഒരു വിപ്ലവമാണ്. ലോവർ കാസ്റ്റിലുള്ള ഒരു ട്രാൻസ് വുമണിന് ഒരേ പൗരൻ്റെ എല്ലാ അവകാശവും ലഭിക്കുന്നതാണ് നീതി. ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം കൂടുതൽ ഗൗരവമായി കാണണം. നൂറ്റാണ്ടുകളോളമായി നടക്കുന്ന പേഴ്സണാലിറ്റി വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ യങ്ങർ ട്രാൻസ് പേഴ്സൺസായ തന്നെ പോലെയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞു വയ്ക്കുന്നു ജി. ഇമാൻ സെമ്മല്ലർ.